ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേടന്റെ ഒരു ഷോ കിളിമാനൂര് നടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയ് മാസം 8-ാം തീയതിയാണ് ഷോ നടക്കേണ്ടിയിരുന്നത്. ചില കാരണങ്ങളാൽ ഷോ നടന്നില്ല. ഈ ഷോ നടക്കാതെ വന്ന സമയത്ത് ആളുകൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് അവർക്ക് പോലും അറിയില്ല. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ ഷോ നടന്ന സ്ഥലം ഞാനൊന്ന് കാണിക്കാം. ഈ മോളിൽ കാണുന്ന കണ്ടമാണ് ഇത്. കണ്ടോ, ഈ കണ്ടത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഷോ അവർ പ്ലാൻ ചെയ്തത്. ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടം ഫ്രീ ആയിട്ട് അവർ ഉഴുന്നു മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ഈ ഷോ കാണാൻ വന്ന ആളുകൾ, ഇപ്പൊ വേടന്റെ ഇപ്പോഴത്തെ ഒരു റീച്ച് വെച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പവർ വെച്ചിട്ട് എത്രമാത്രം ആളുകൾ വരുമെന്ന് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അത്രയും ആളുകൾ വരും. എന്താണെങ്കിലും ഈ ഷോ കാണാൻ വേണ്ടി വന്ന ആളുകളെ ഞാനൊന്ന് കാണിക്കാം. ഇത് മാത്രം വേടൻ എന്ന് പറയുന്ന ഒരൊറ്റ ഷോ തുടങ്ങുന്ന 8:30-ക്കാണ്. രാവിലെ തൊട്ട് വന്ന് കിടക്കുവാണ് ഓരോരുത്തർ. കണ്ടില്ലേ? സമയമുണ്ട്, ഒരു മണിക്കൂർ. കടലല്ല, വേടനെടുത്തത് കടലാണെങ്കിൽ ഇത് അതിനേക്കാളും അപ്പുറമാണ് എന്നാണ് തോന്നുന്നത്. ഇവിടെ കൊടുക്കാമല്ലേ, കണ്ടില്ലേ? അത്രത്തോളം ആളുകൾ വന്നിട്ടുണ്ട്. ആളുകളുടെ സാഗരം എന്നൊക്കെ പറയുന്ന പോലെ ലിറ്ററലി ഒരു സാഗരം തന്നെ ആ ഒരു കണ്ടത്തിൽ നിങ്ങൾ കണ്ടു. ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേടനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഇവർ ഈ ഒരു പ്രോഗ്രാം മെയ് 7-ാം തീയതിയിലേക്കാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ചില ടെക്നിക്കൽ ഇഷ്യൂസ്, സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം വേടൻ തന്നെ ആ ഒരു ഷോ ക്യാൻസൽ ചെയ്തിട്ട് അവർ പോവുകയാണ് ചെയ്തത്. അന്നേരം ഈ ഒരു ഷോ ക്യാൻസൽ ചെയ്യുന്ന രീതി വന്ന സമയത്ത് ഈ വേടന്റെ വേറെ റാപ്പർ ഉണ്ടല്ലോ, ഗബ്രി എന്ന് പറയുന്നത്, അന്നേരം ഗബ്രിയുടെ ഒരു ഷോ നടത്താനായിരുന്നു ഒരു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് ഈ വേടന്റെ സൈഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞു 8-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം പിന്നീട് നടത്താമെന്ന് ഉള്ള രീതിയിൽ വന്നു. അങ്ങനെ ഇവർ മെയ് 8-ാം തീയതി ഈ ഒരു പ്രോഗ്രാം ഈ ഒരു സ്ഥലത്ത് വെച്ച് നടത്തുകയാണ്. ഒരു ക്ലബ്ബുകാരാണ് ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തേക്കുന്നത്. 100 പേരാണ് ഈ ഒരു ക്ലബിനകത്തുള്ളത്. പിന്നെ അവിടുത്തെ ജനങ്ങളുടെ സഹകരണത്തിലാണ് ഈ ഒരു ഷോ തന്നെ അവരവിടെ നടത്തിയത്. സാധാരണഗതി ഇത്രയും വലിയൊരു ഷോ നടത്തുമ്പോൾ ഇവർ ടിക്കറ്റ് വെച്ച് പൈസ മേടിച്ച് ആണ് ആളെ അകത്തോട്ട് കയറ്റുന്നത്. പക്ഷെ ഇവർ ഈ ഒരു ഷോ ഫ്രീ ആയിട്ടാണ് നടത്തിയത്. അപ്പൊ തന്നെ ആളുകൾ എന്തുമാത്രം വരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിന് അപ്പുറത്താണ് വന്നത്. കാര്യം ഈ വേടൻ ഇതിന്റെ സൗണ്ട് ചെക്ക് ചെയ്യാൻ വന്ന സമയത്ത് തന്നെ വന്ന ആളുകൾ അത്രയും ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ വീഡിയോ കൂടെ വെക്കാം. കണ്ടില്ല, അതിന്റെ സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ആ കണ്ടം നിറയെ ആളുകളാണ്. ഇനി ഇവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30-ക്കാണ് ഷോ പറഞ്ഞിരുന്നത്. പക്ഷെ 10 മണി ആയിട്ടും ഷോ തുടങ്ങിയിട്ടില്ല. ഈ പറയുന്ന സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസും ഈ ആളുകൾക്ക് കിട്ടിയിട്ടില്ല. ഈ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ 10 മണി കഴിഞ്ഞപ്പോഴാണ് ഈ സംഘാടകർ വന്ന് പറയുന്നത് ഷോ നടക്കാൻ പറ്റില്ല, ബ്ലോക്കാണ്, അതാണ് ഇതാണ്, വേടൻ എത്താൻ സാധിക്കില്ല എന്നും പറഞ്ഞിട്ട് ഇവർ ഈ ഷോ അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഇത്ര ആളുകൾ വന്ന് നിൽക്കണം, അന്നേരം ആലോചിക്കണം. അതിന്റെ വീഡിയോ കൂടെ ഞാനൊന്ന് കാണിക്കാം. നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ്. കാരണം വേടനോടുള്ള അത്രയും ആരാധകരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത്. ഒരു കാരണവശാലും അതുകൊണ്ട് വേടൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിക്കുക. ബാരിക്കേഡുകൾ തുടങ്ങിയൊക്കെ വലിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, പോലീസിന്റെ ക്യാമറ ഇവിടെ നിരീക്ഷണത്തിലാണ്. നിങ്ങൾ ആര് എന്ത് ചെയ്താലും കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ സഹിതം തെളിവ് സഹിതം എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും മനസ്സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഇവിടെ നിന്നും പയ്യെ പിന്തിരിയേണ്ടതാണ്. ഒരു പ്രശ്നത്തിനും ബാരിക്കേഡുകൾ അവരെ സ്ട്രെച്ചറുകൾ ഒന്നും തറക്കാനോ ഒന്നും നിൽക്കരുത്. പോലീസിന്റെ വീഡിയോ കൃത്യമായ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള ബോധം കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇവന്മാര് പറഞ്ഞ റീസൺ കേട്ടല്ലോ, ബ്ലോക്ക് ആണ്, അതാണ് ഇതാണ് എന്നും പറഞ്ഞിട്ടാണ് ഒരു മുടന്ത ന്യായമാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ അതാണ് യഥാർത്ഥ റീസൺ. അപ്പൊ വേടൻ തന്നെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട്, ഈ ഒരു എന്തുകൊണ്ട് ഷോയ്ക്ക് വന്നില്ല എന്ന്. ഞാൻ ആ ഒരു വീഡിയോ കൂടെ വെക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ടെക്നീഷ്യൻ, ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില്
ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു. അപ്പോ ജനത്തിരക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ വന്ന ഒരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇതാണ് സംഭവം. LED ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. അതുകൊണ്ട് ആ ഒരു ഷോയിൽ വന്ന് പാടാനുള്ള മൈൻഡ് സെറ്റ് പുള്ളിക്കില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി ആ ഒരു വീഡിയോയിൽ പറയുന്നത്. പുള്ളിയുടെ ഡിസിഷനെ മാനിക്കണം. കാര്യം കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ തന്റെ പ്രോഗ്രാം കാരണം ഒരാൾക്ക് ഒരു ജീവഹാനി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനുഷ്യനായിട്ടുള്ളവന്മാർക്ക് പാടാൻ തോന്നത്തില്ല. അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാം ആണെങ്കിലും അത് ചെയ്യാൻ ചിലപ്പോൾ തോന്നത്തില്ല. വേടന്റെ ആ ഒരു ഡിസിഷനോട് റെസ്പെക്ട് മാത്രം. കാരണം ഇത്രയും വലിയ പരിപാടിയായിട്ടും പുള്ളി അത് ചിലപ്പോൾ ഇനി ചിലപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ വേറെ വലിയ വിമർശനങ്ങൾക്കും അത് വഴിവെക്കും. അത് വേറെ കാര്യം, നമ്മുടെ നാട്ടുകാരല്ലയോ. പക്ഷേ ഇതിനകത്ത് പുള്ളി കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതാണ് കാരണമെന്ന് ഈ സംഘാടകരോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവന്മാര് എന്തുകൊണ്ട് വന്ന് കള്ളം പറഞ്ഞു? അതാണ് ഈ ജനങ്ങളെ ഇത്രയും ഇളക്കാനുള്ള റീസൺ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഉച്ച തൊട്ടും രാവിലെ തൊട്ടും ഒക്കെ വന്ന് നിൽക്കുകയാണ്. അത്രയും ജനത്തിരക്കുണ്ട് അവിടെ. ഇവന്മാർ 8 മണി 8:30 ഷോ പറഞ്ഞിട്ട് 10 മണിയായിട്ടും എന്താണ് റീസൺ എന്ന് പറയുന്നില്ല. ആളുകളെ ആ ഒരു ചെളിയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ചെളിയാണ്. അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. ആ ചെളിയിൽ ആളുകളെ ഇങ്ങനെ നിർത്തുകയാണ് ഇവന്മാര്. എന്നിട്ട് പിന്നെ 10 മണിക്ക് വന്ന് പറഞ്ഞേക്കുന്നു ഷോ നടത്താൻ പറ്റില്ല. മേ ബി ചിലപ്പോൾ ഇവന്മാര് വേടൻ ഷോയ്ക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സമയത്ത് വേറെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാവാം മേ ബി ഈ 10 മണി വരെ ആളുകളെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നത്. നമുക്കറിയില്ല എന്താണ് ബാക്കിൽ നടന്നതെന്ന്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും കാണിച്ചത് മോശം പരിപാടി തന്നെയാണ്. ആളുകൾ അത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. അതും ആ ചെളിയിൽ. സാധാരണ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോലും പറ്റത്തില്ല. അത്രയും ആളുകൾ നിൽക്കാനേ വിടാം. ചെളിയിൽ എങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് നോക്ക്. കുട്ടികളും ഗർഭിണികൾ അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് കേട്ടപ്പോഴത്തേക്ക് ആളുകൾ ഇളകി എന്ന് പറഞ്ഞാൽ വേറെ വയലന്റ് ആയി, ഭയങ്കര വയലന്റ് ആയി. അതിന്റെ വീഡിയോ ഒന്ന് കാണിക്കാം ഞാൻ. എത്ര ആൾക്കാർ ആ തൊള്ളിയിൽ വരെ 3 മണി വരെ തൊട്ട് ആൾക്കാർ ഈ സമയം വരെ തൊള്ളി കെട്ടി കിടക്കായിരുന്നു. എന്നിട്ട് അവസാനം കാണിച്ചത് വെറും തന്നലത്തം തന്നെയാണ്. ഈ പരിപാടിയുടെ നടക്കാൻ പറ്റാത്തതിൽ നിങ്ങൾ ഓരോരുത്തരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. സംഘാടക സമിതിക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ ഇതുമായി സഹകരിച്ച്. ചേച്ചിയൊക്കെ സീനാണ്. ചേച്ചിയൊക്കെ വേറെ ലെവലാണ്. നോക്കിക്കോണേ. അല്ല പിന്നെ ദേഷ്യം വരത്തില്ല? ഇത്ര നേരം പിടിച്ചെടുത്താൻ ഭ്രാന്തരായിരുന്ന ആവശ്യന്മാർക്ക് നേരത്തെ പറഞ്ഞിടാനുള്ളത്. കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കരുത്. സമാധാനത്തോടു കൂടി പിരിഞ്ഞു പോകേണ്ടതാണ്. പോലീസിന്റെ ക്യാമറ നിരീക്ഷണത്തിലാണ്. നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി പറയുകയാണ്. പോലീസിന്റെ ക്യാമറ നിരീക്ഷണത്തിലാണ് നിങ്ങൾ. ഒന്നുകൂടി പറയുകയാണ്. ഇവന്മാര് പൊട്ടന്മാരാണോ? ആളുകൾ ഇത്രയും വയലന്റ് ആയി നിൽക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ വേണമെങ്കിൽ ഇവന്മാർക്കൊന്ന് റിക്വസ്റ്റ് ചെയ്ത് താഴ്മയായിട്ട് പറയായിരുന്നു. ഇത് അവന്മാരെന്താ, നിങ്ങൾ പോലീസ് നിരീക്ഷണത്തിലാണ്, നിങ്ങൾ ഇവിടെ കിടന്ന് കുറുന്നളിച്ചു കഴിഞ്ഞാൽ എല്ലാം പണി തരും എന്നുള്ള തരത്തിലാണ് ഇവന്മാർ പറഞ്ഞു വെക്കുന്നത്. ഇതോട്ട് കേട്ടപ്പോഴത്തേക്ക് ആളുകൾ ഇളകി, വയലന്റ് ആയി, ഭയങ്കരമായിട്ട് വയലന്റ് ആയി. അതും അവര് ചെളിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. ആ ചെളി ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ കൂട്ടാൻ പോയതല്ല, നമ്മൾ വേറെ കാണാൻ പോയതാണ്. കണ്ടില്ലേ എന്ത് ചെളിയാടെ ഇത്? നോക്ക്, ഇത് കണ്ടില്ലയോ? കാല് എനിക്കൊന്ന് മുട്ടിന്റെ അവിടെ എന്റെ തൊട്ട് താഴെ വരെ ചെളിയാണ്. ഹെവി ചെളി. ഇജാതി ചെളിയിലാണ് ആളുകൾ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കാൻ പോലും പറ്റത്തില്ല. 3 മണി തൊട്ട് ചിലപ്പോൾ ആളുകൾ വന്ന് നിൽക്കുമായിരിക്കും അവിടെ. അജാതി ചെളി. പിന്നെ അവിടെ നടന്നത് ചെളിയുദ്ധമാണ് ഗൈസ്. ചെളിയുദ്ധം എന്ന് പറഞ്ഞാൽ ലിറ്ററലി ചെളി വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഏറാണ്. അതിന്റെ വീഡിയോ അവിടെ കാണിക്കാം. കണ്ടില്ലേ ബാരിക്കേഡ് ഒക്കെ വലിച്ച് അവന്മാര് കലിപ്പ് തീർക്കാണ്. സമാധാനത്തോടുകൂടി പിരിഞ്ഞു പോകേണ്ടതാണ്. പോലീസിന്റെ ക്യാമറ നിരീക്ഷണത്തിലാണ്. നിങ്ങൾ ഒന്നുകൂടി
നിരീക്ഷണത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും. ചെളി കയറി തുടങ്ങിയിട്ടുണ്ട്. ആ പറക്കുന്നത് ചെളിയാണ്. ഏതോ ഒരുത്ത വാരിയേറി പിന്നെ മൊത്തം ചെളി യുദ്ധമാണ് അവിടെ. ചെളി മഴ. പിന്നെ നടക്കുന്ന അടി നടന്നു. നല്ല ചെളി. ആ കുണ്ടിക്കിടന്ന് ശരിക്കും അടി നടന്നുണ്ട്. അതിന്റെ വീഡിയോ ആണ് ഇപ്പൊ കാണുന്നത്. കണ്ടില്ലേ? കണ്ടോ അടി ഭ്രാന്ത് പിടിച്ച ആളുകൾക്ക്. നോക്ക് എന്തുവാടെ ഈ കിടക്കുന്ന? ഓ ചെളി കിടന്ന് മറിയുന്ന്. എന്തുവാടെ ഇവർക്ക് ബോധമില്ല. ലിറ്ററലി രണ്ടെണ്ണം പറയുന്നില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും. ഒരു വിവരവും വെള്ളിയാഴ്ച ഈ സംഘാടകർക്ക് ബോധമില്ല, കാണാൻ വന്നവർക്കും ബോധമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. കൂടുതൽ എന്തിനാ പറയുന്നത്? അവിടെ നിന്ന പോലീസിന് പോലും ഒരു വിലയും കൊടുത്തില്ല. പോലീസിനെ ചെളിക്കകത്ത് കുളിപ്പിച്ചാണ് വിട്ടത്. അതിന്റെ വീഡിയോ കണ്ടില്ലേ? ഓ എന്ത് പോലീസ് അങ്ങേറെ തലവഴിക്ക് കയറുന്നു ചെളി. നോക്ക്, ഇത് കണ്ടില്ലേ? അങ്ങേരെ എറിഞ്ഞ് ഓടിച്ചു, ചെളി എറിഞ്ഞ് ഓടിച്ചു. ആ സ്ഥലത്തെ എസ്ഐയുടെ കോലം ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ദൂരമെത്തിയ ഒരു എസ്ഐയുടെ അവസ്ഥയാണ്. ചെളിയിൽ പൂണ്ട് ഫുള്ള്. ഇത്രയും ഗതികെട്ട എസ്ഐ വേറെ കാണത്തില്ല. പുള്ളി ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെന്ന് ആൾക്കാരെ ചെളി പൊത്തിഞ്ഞ് വിട്ട്. ഈ വിവരമുള്ളവന്മാരാണെങ്കിൽ ഈ കണ്ടെത്തി വെച്ച് ഇത് നടത്തൂടെ? ഈ കണ്ടെത്തി വെച്ചിട്ട് ഇത്രയും ആളുകളെ അത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ഇതൊരു കണ്ടമല്ലേ? ഇമാര് ഈ ചെളിയെല്ലാം വാരി ആ സ്റ്റേജിനകത്തോട്ട് എറിയണേ. അവിടെ എത്ര ലക്ഷം രൂപയുടെ എക്യുപ്മെന്റ്സ് ആണ് അവിടെ ഉള്ളത്. ലൈറ്റ് ആണെങ്കിലും സ്പീക്കേഴ്സ് ആണെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഈ സംഘാടകര് വൻ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ലോക തോൽവിയായിരുന്നു അവന്മാര്. രണ്ടാമത്തത്, വേണ്ടത്ര സെക്യൂരിറ്റി ഉണ്ടായിട്ടില്ല. യവന്മാര് പറയുന്നത് ഇവര് ക്ലബ്ബാണ്, 100 പേരെങ്ങാണ്ട് അടങ്ങുന്ന ഒരു ക്ലബ്ബാണ്. പിന്നെ ഇമാരെ വോളണ്ടിയേഴ്സ് എല്ലാം അവിടെ 100-300 പേരുണ്ട്. പിന്നെ പോലീസും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എവിടെ 10-300 ഇനി 500 പേരുണ്ടെങ്കിൽ അത്ര ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതും ചെളിക്കകത്ത്. ഇത് പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ചെളിക്കകത്തോടെ എങ്ങനെ നിയന്ത്രിക്കാന്ന് ഇവന്മാരെ പറയുന്നത്? ഒരു രീതിയിലുള്ള പ്ലാനിങ്ങും ഇല്ല, സെക്യൂരിറ്റി ഇല്ല, ഇല്ലാത്ത പരിപാടിയായി. വേറൊരു വെർഷൻ പറയുന്നത് 8000 പേരിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ പരിപാടി ക്യാൻസൽ ചെയ്യണം എന്നുള്ള ഒരു ചട്ടമുണ്ട്, അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നതാണ് വേറെ കുറെ ആൾക്കാർ പറയുന്നത്. പിന്നെ വേടന്റെ പരിപാടി മനഃപൂർവ്വം ക്യാൻസൽ ചെയ്യുന്നുള്ള വേറൊരു വെർഷൻ ഉണ്ട്. ഈ പരിപാടി നടത്തിയവന്മാർക്ക് ഒരു വിവരം ഇല്ലെന്ന് അത് കണ്ടവന്മാർ മനസ്സിലായി. അവർക്ക് ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് നേരത്തെ നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവന്മാർക്ക് ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്തിയ എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. അതും വേടനെ പോലുള്ള ഇത്രയും ഫെയിം ആയിട്ട് നിൽക്കുന്ന ഒരാളെ പിടിച്ചെടുത്ത് അതിന്റെ എല്ലാ പോരായ്മയും അവിടെ കാണാനുണ്ടായിരുന്നു. ഏറ്റവും ഞെട്ടിച്ച കാര്യം, ഈ ആളുകൾക്ക് എന്തുവാടെ പ്രാന്താണ്? എന്തുവാ? ഞാനത് കണ്ടപ്പോ എനിക്കില്ല ജല്ലിക്കെട്ട് സിനിമയിലെ ക്ലൈമാക്സ് പോലാണ്. ചെളി കടന്ന് ലിറ്ററലി മറിയുവാണ്. എല്ലാ വീഡിയോ അത് വെക്കാൻ പറ്റില്ല. വീഡിയോ വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ ആയി പോകും. അത്രയും വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് ഈ ചെളി കടന്ന് കുറുന്താളിക്കുന്നത്. സംഘാടകർ നാറിയ പരിപാടിയാണ് കാണിച്ചതെങ്കിൽ അതിനേക്കാളും വൃത്തിയായിട്ട നാറിയ പരിപാടിയാണ് അവ കാണാൻ വന്ന കാണികൾ കാണിച്ചത്. ഒരു ബോധവും ഇല്ല. ഇത്രയും മാഡാകരുത്. ഇത് ആരാധനയൊന്നുമല്ല, ഇത് കുത്തിക്കഴപ്പാണ്. അല്ല എന്ത് പറയാനാ? ഈ വീഡിയോ ഒക്കെ വൈറലായി. തെറിവിളി മൊത്തം വേടനും കിട്ടി. പുള്ളി പ്രോപ്പറായിട്ടൊരു കാരണം പറഞ്ഞു, പക്ഷെ എന്നിട്ടും തെറിവിളി പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പോക്ക് കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ തന്നെ തള്ളി മേളിൽ കയറ്റി വെച്ച് മിക്കവാറും വലിച്ച് താഴെ ഇടുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. എന്താണെങ്കിലും കൊള്ളാം. ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത്. അതേ പറയണം. ആളുകളെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിച്ച്, അതും ബോധമില്ലാത്ത കുറെ വ്യാളി ആളുകൾ. നടത്തിയവനും കൊള്ളാം, കാണാൻ വന്ന ടീംസും കൊള്ളാം. എല്ലാവരും അല്ല, ആ ചെളി വാരി എറിഞ്ഞ ടീംസിനെയാണ് ഞാൻ പറയുന്നത്. നീ എല്ലാവരുടെ കുറ്റം പറയുന്നത് പറയാൻ എന്റെ തോളിലോട്ട് കയറാൻ വരണം. കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ.